ഹായ് ഓൾ ഹായ് ഓൾ നമ്മൾ ഇന്ന് +2 എക്സാമിന്റെ ചില പോർഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഒപ്റ്റിക്സ് എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് +2 രണ്ട് ടോപ്പിക്സ് ഉണ്ട്. ഒപ്റ്റിക്സ് ഒന്ന് റേ ഒപ്റ്റിക്സും അതുപോലെ തന്നെ രണ്ടാമത് വേവ് ഒപ്റ്റിക്സും. ഇതിൽ വേവ് ഒപ്റ്റിക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏകദേശം 4 മുതൽ 6 മാർക്ക് വരെ ഈ ഭാഗത്ത് നിന്ന് നമ്മൾ ചോദ്യങ്ങൾ തന്ന് കണ്ടിട്ടുണ്ട്. അപ്പൊ അതിലൊന്ന് മിക്കവാറും ഒരു ഡെറിവേഷൻ ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഡെറിവേഷൻ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ കുറച്ച് കൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ വേവ് ഓപ്റ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ വേവ് നേച്ചർ, ലൈറ്റിന്റെ വേവ് തിയറിയെ കുറിച്ച് പഠിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് വേവ് ഓപ്റ്റിക്സ് എന്ന് പറയുന്നത്. വേവ് തിയറി എന്ന് വെച്ച് കഴിഞ്ഞാല് ലൈറ്റ്, അതായത് പ്രകാശം ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക്, ഇല്ലെങ്കിൽ ഒരു മീഡിയത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ, ഒരു മീഡിയത്തിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ അത് വേവിന്റെ ഫോമിലാണ് ട്രാവൽ ചെയ്യുന്നത് എന്നാണ് നമ്മൾ വേവ് തിയറിയിൽ പറയണത്. ഓക്കെ, വേവ് ഒപ്റ്റിക്സിൽ പറയുന്നത് എന്താ വെച്ചാൽ, വേവ് തിയറിയിൽ എന്താ പറയുന്നത്, നമ്മളുടെ ലൈറ്റ് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് എങ്ങനെയാ ട്രാവൽ ചെയ്യണത്, വേവ്സിന്റെ ഫോമിലാണ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, ഇതില് ഈ തിയറി പ്രൊപ്പോസ് ചെയ്തത് ക്രിസ്ത്യൻ ഹൈജീൻസ് എന്നുള്ള സയന്റിസ്റ്റ് ആണ്. ഓക്കെ, വേവ് തിയറി പ്രൊപ്പോസ് ചെയ്യുന്നത് ആരാണ്? ക്രിസ്ത്യൻ ഹൈജീൻസ് എന്നുള്ള സയന്റിസ്റ്റ് ആണ്. ഓക്കെ, അദ്ദേഹം വേവ് തിയറി പ്രൊപ്പോസ് ചെയ്യുന്ന ഒരു ഏകദേശം അതേ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ ന്യൂട്ടൺ എന്ത് പറഞ്ഞിട്ടുണ്ട്? കോർപ്പസ്കുലർ തിയറി പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട്. എന്താ കോർപ്പസ്കുലർ തിയറി? ലൈറ്റ് എന്ന് പറയുന്നത് ഒരു കോർപ്പസിൽസിന്റെ ഫോമിൽ, കോർപ്പസിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിക്കിൾസിന്റെ ഫോമിൽ. എന്തിന്റെ ഫോമിലാണ്? പാർട്ടിക്കിൾസിന്റെ, നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റുന്ന പോലെ. അതാണ് ഓരോ 1, 2, 3 അങ്ങനെ നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റുന്ന രീതി. അതാണ് പാർട്ടിക്കിൾസിന്റെ ഫോമിൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വേവ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് നേച്ചർ ഉള്ള ഒരു സംഭവമാണ്. പക്ഷെ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് എന്തല്ല? കണ്ടിന്യൂസ് നേച്ചർ ഉള്ള ആളല്ല. അപ്പൊ ന്യൂട്ടൺ എന്ത് പ്രപ്പോസ് ചെയ്തു? ലൈറ്റ് ഒരു മീഡിയത്തിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് പാർട്ടിക്കിൾസിന്റെ ഫോമിലാണെന്ന് ആര് പറഞ്ഞു? നമ്മളെ ന്യൂട്ടൺ പറഞ്ഞു. ഇതേ സമയത്ത് ഒരേ കാലഘട്ടത്തിൽ ന്യൂട്ടനും ഹൈജീനും ഒരാൾ പാർട്ടിക്കിൾ നേച്ചർ ആണ് വേവിനുള്ളതെന്ന് പറയണു, മറ്റൊരാൾ പറയണു വേവ് നേച്ചർ ആണ് പറയണം. പക്ഷെ ന്യൂട്ടൺ കുറച്ചുകൂടെ എന്തുണ്ട്, അതെ, പ്രാധാന്യം അന്ന കാലത്ത് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഹൈജീൻസിന്റെ വാദം മറ്റ് സയന്റിസ്റ്റുകൾ ആരും എന്ത് ചെയ്തില്ല, വലിയ രീതിക്ക് ചെവി കൊടുത്തില്ല. ഓക്കെ, പാർട്ടിക്കിൾ നേച്ചറിനാണ് എല്ലാവരും അവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തത്. ലൈറ്റിന്റെ വേവ് നേച്ചർ എല്ലാവരും പതുക്കെ തള്ളിക്കളഞ്ഞു. ഓക്കെ, അദ്ദേഹത്തിന് അതിന് പ്രൂവ് ചെയ്യാൻ വലിയ എവിഡൻസും കിട്ടിയില്ല. പക്ഷെ പിന്നീട് യങ്സ് എന്നൊരു സയന്റിസ്റ്റ് വരാണ്. ആര് വരാണ്? യങ്സ് എന്നുള്ള സയന്റിസ്റ്റ് വരാണ്. അദ്ദേഹം സിംഗിൾ സ്ലിറ്റ്, അദ്ദേഹത്തിന് വളരെ പ്രശസ്തമായ 2 എക്സ്പെരിമെന്റ് ആണ് സിംഗിൾ സ്ലിറ്റും ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റും. അപ്പൊ ഈ എക്സ്പെരിമെന്റ് നടത്തുന്നതോടുകൂടി അദ്ദേഹം പറയാണ് വേവ് നേച്ചർ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് ലൈറ്റിന്റെ തന്നെ ഒരു ക്യാരക്ടറാണ്. അതായത് ലൈറ്റിന് എന്ത് പ്രോപ്പർട്ടി ഉണ്ട്, എന്ത് ബിഹേവിയർ ഉണ്ട്? വേവ് നേച്ചർ. ലൈറ്റ് ഒരു മീഡിയത്തിലൂടെ ട്രാവൽ ചെയ്യുന്നത് വേവ്സിന്റെ ഫോമിലാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും അംഗീകരിച്ചു. പിന്നീടാണ് നമ്മൾ കാണുന്നത് ലൈറ്റിന് എന്ത് പ്രോപ്പർട്ടി ഉണ്ട്? ഡുവൽ നേച്ചർ ഉണ്ട്. എന്താണ് ഡുവൽ നേച്ചർ? ഡുവൽ നേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരട്ട സ്വഭാവം, രണ്ട് മുഖം. നമ്മൾ അറിയില്ലേ, രണ്ട് മുഖമുള്ള ആള് രണ്ട് സാഹചര്യത്തിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, മാറാനുള്ള കഴിവുണ്ട്. അതായത് നമ്മൾ ഐൻസ്റ്റീന്റെ എക്സ്പെരിമെന്റ് നോക്കുക, ഐൻസ്റ്റീന്റെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് നോക്കുക. ഐൻസ്റ്റീന്റെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് വരുമ്പോ ഏത് എക്സ്പെരിമെന്റാ നമ്മൾ പറയാ? എക്സ്പെരിമെന്റ് അല്ല, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് വരുമ്പോൾ നമ്മൾ ലൈറ്റിന്റെ ഏത് പ്രോപ്പർട്ടിയാ പറയാ? യെസ്, കറക്റ്റ്, പാർട്ടിക്കിൾ നേച്ചറിനെ കുറിച്ചാണ് പറയാ. അതായത് ഐൻസ്റ്റീന്റെ പാർട്ടിക്കിൾ നേച്ചർ യൂസ് ചെയ്തിട്ടാണ്, ലൈറ്റിന്റെ പാർട്ടിക്കിൾ നേച്ചർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ഡിസ്ക്രൈബ് ചെയ്യണത്? ലൈറ്റിന്റെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്നുള്ള പ്രോപ്പർട്ടി ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഡിസ്ക്രൈബ് ചെയ്യണത് ലൈറ്റിന്റെ പാർട്ടിക്കിൾ നേച്ചർ വെച്ചിട്ടാണ്. അപ്പോ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിലൂടെ നമ്മൾ വേവ് നേച്ചർ ഡിസ്ക്രൈബ് ചെയ്തു. പാർട്ടിക്കിൾ നേച്ചർ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഏതിലൂടെയാണ്? ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് അതുപോലുള്ള എക്സ്പെരിമെന്റ്സിലൊക്കെ പാർട്ടിക്കിൾ നേച്ചർ ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക.
അപ്പൊ ഈ രണ്ട് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ ലൈറ്റിന് എന്ത് ബിഹേവിയർ വന്നു? ഡ്യുവൽ ബിഹേവിയർ വന്നു, ഇരട്ട സ്വഭാവം വന്നു. എന്ത് സ്വഭാവം വന്നു? ഇരട്ട സ്വഭാവം വന്നു. ഓക്കെ, അപ്പൊ നമുക്ക് വേവ് ഒപ്റ്റിക്സിലേക്ക് പോവാം. ഏകദേശം 4 മുതൽ 6 മാർക്ക് വരെയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന മാർക്ക് നമ്മൾ പറഞ്ഞു. അപ്പൊ അതിലെ ഓരോ മാർക്കും വിടാതെ, നമ്മളെ മാർക്ക് 4 മാർക്ക് ആണെങ്കിലും 6 മാർക്ക് ആണെങ്കിലും അത് നമുക്ക് വളരെ പ്രാധാന്യമുള്ളതാണ് അല്ലെ. ഈ ചാപ്റ്ററിൽ നിന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് അത് വാങ്ങിച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാവാത്ത ചില കൺസെപ്റ്റ്സ്, നമ്മൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് പറയുന്ന ചിന്തിച്ചിരുന്ന പല കാര്യങ്ങളും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. വേവ് ഒപ്റ്റിക്സ് ഡീൽസ് വിത്ത് ദ വേവ് ബിഹേവിയർ ഓഫ് ലൈറ്റ്. വേവ് ഒപ്റ്റിക്സ് എന്ന് പറയുന്നത് ലൈറ്റിന്റെ എന്ത് ബിഹേവിയറിനെ കാണിക്കുന്നത്? വേവ് ബിഹേവിയറിനെയാണ് കാണിക്കുന്നത്. ഓക്കെ, അടുത്ത് ഹൈജീൻ പ്രപ്പോസ്ഡ് എ വേവ് തിയറി ഓഫ് ലൈറ്റ്. ക്രിസ്ത്യൻ ഹൈജീൻസ് എന്ന സയന്റിസ്റ്റ് ആണ് എന്ത് പ്രപ്പോസ് ചെയ്തത്? ലൈറ്റിന്റെ വേവ് തിയറിയെ പ്രപ്പോസ് ചെയ്യുന്നത്. According to wave theory, a luminous body is a source of disturbance, and disturbance propagated in the form of waves, and energy is distributed equally in all directions. According to wave theory അനുസരിച്ചിട്ട് a luminous body എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നമ്മളൊരു മെഴുകുതിരി ഒരു മുറിയിൽ കത്തിച്ച് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. ആ റൂമില് മറ്റു വെളിച്ചമൊന്നും ഇല്ലെങ്കിൽ ആ മെഴുകുതിരി നമുക്ക് എങ്ങനെയായിരിക്കും കാണുക? നടുവിലൊരു പ്രകാശം, ചുറ്റും അതിന് ചുറ്റുമിലേക്കും എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ പ്രകാശം പരക്കുന്ന രീതിയിലായിരിക്കും നമുക്ക് തോന്നുക അല്ലെ. അതായത് ഒരു ലൂമിനസ് ബോഡിയിൽ നിന്ന് ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് വേവിന്റെ ഫോമിലാണ്. വേവിന്റെ ഫോമിൽ അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? എല്ലാ ഡയറക്ഷനിലും ഒരേപോലെ ഈക്വൽ ആയിട്ടായിരിക്കും അത് എന്ത് ചെയ്യുക? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഓക്കെ, എല്ലാ ഡയറക്ഷനിലും ഈക്വൽ ആയിട്ടാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫോം ഓഫ് എനർജിയാണ്. നമ്മൾ 9th പഠിച്ചിട്ടുണ്ടല്ലേ, വേവ്സിലെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. വേവ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. അതായത് എനർജി ഡിസ്ട്രിബ്യൂഷൻ ആണ്, എനർജിയുടെ ട്രാവൽ ആണ് എന്തെന്ന് പറയുന്നത്? വേവ്സ് എന്ന് പറയുന്നത്. Okay, interference, diffraction, polarization, etc. can be explained by wave optics. അപ്പൊ വേവ് ഒപ്റ്റിക്സ് വെച്ച് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഫിനോമിനാസ് ആണ് ഇന്റർഫറൻസ്, ഡിഫ്രാക്ഷൻ, പോളറൈസേഷൻ, ഇത്തരം കാര്യങ്ങൾ. ഇനി തോമസ് യങ് കൺഫേംഡ് വേവ് നേച്ചർ ഓഫ് ലൈറ്റ് ത്രൂ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. തോമസ് യങ് എന്നുള്ള സയന്റിസ്റ്റ് ആണ് ലൈറ്റിന്റെ വേവ് നേച്ചർ കൺഫേം ചെയ്തത്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ എക്സ്പെരിമെന്റ് ആണ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എന്നുള്ളത്. മാക്സ്വെൽ പ്രപ്പോസ്ഡ് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി. ലൈറ്റ് എന്താണ്? EM വേവ്സ് ആണ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? മാക്സ്വെൽ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ട്രാൻസ്വേഴ്സ് നേച്ചർ ഓഫ് ലൈറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ പോളറൈസേഷൻ. ഓക്കെ, അപ്പോ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ബേസിക് ആയിട്ട് നോക്കാനുള്ളത്. നമ്മളുടെ വേവ് തിയറി പ്രപ്പോസ് ചെയ്ത് ക്രിസ്ത്യൻ ഹൈജീൻസ് ആണ്. അദ്ദേഹം പറഞ്ഞത് എന്താ? വേവ് എന്ന് പറയുന്നത്, ലൈറ്റ് വേവ് എന്ന് പറയുന്നത് എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒന്നാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വേവ് തിയറിയിൽ പറയുന്നത് അതാണ്, എല്ലാ ഡയറക്ഷനിലും ഈക്വൽ ആയിട്ട് എനർജി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ തന്നെ വേവ് തിയറി കൺഫേം ചെയ്തത് ആരാണ്? യങ്സിന്റെ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? വേവ് നേച്ചർ കൺഫേം ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു പ്രധാന പോയിന്റ് ആണ് വേവ് ഫ്രണ്ട്. എന്താണ് വേവ് ഫ്രണ്ട്? Wave front is locus of all points in a medium which are at the same phase of vibration. എന്താണ് വേവ് ഫ്രണ്ട്? വേവ് ഫ്രണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഒരു കുളത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? വെള്ളത്തിലേക്ക് നമ്മൾ ഒരു കല്ല് ഇട്ടു എന്ന് വിചാരിക്കാം. ആ കല്ലിൽ ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ കുളത്തിൽ ഓളങ്ങൾ ഉണ്ടാവും അല്ലെ. അതായത് ചെറിയ ചെറിയ സർക്കിള് വലിയ വലിയ സർക്കിളായിട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് പോവും. ഓക്കെ, അപ്പൊ ഈ വേവ് ഫ്രണ്ടിനെ, അപ്പൊ ഈ സർക്കിൾ എല്ലാം എന്താണ്? ഒരേ ഫേസിലുള്ള വൈബ്രേഷൻസ് ആണ്. ഓക്കെ, ദേ ആർ ദ വൈബ്രേഷൻസ് അറ്റ് ദ സെയിം ഫേസ്, which are at the same phase.
Wavefront is locus of all points in a medium which are at the same phase of vibration. ഒരു സെയിം ഫേസിലുള്ള വൈബ്രേഷൻ, അതായത് ഒരേ ഫേസിലുള്ള വൈബ്രേഷൻ ഉള്ള പോയിന്റ്സിനെ പറയുന്ന പേരാണ് നമ്മൾ എന്ത് പറയാ, വേവ് ഫ്രണ്ട് എന്ന് പറയാം. ഓക്കെ, നമ്മൾ എന്ത് പറയാ, വേവ് ഫ്രണ്ട് എന്ന് പറയാം. ഒരു സെക്കൻഡ്. സോറി, ഷെയറിംഗിൽ ഒരു ചെറിയ പ്രശ്നം പറ്റിയതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് വേവ് ഫ്രണ്ട് ആണ്. വേവ് ഫ്രണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് സെയിം ഫേസ് ഉള്ള പോയിന്റ്സ്, വൈബ്രേഷനിൽ സെയിം ഫേസ് ഉള്ള പോയിന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയാ, വേവ് ഫ്രണ്ട് എന്ന് പറയാം. നമ്മൾ കുളത്തിലെ ഓളങ്ങൾ നോക്കാം, അതായത് ഒരേപോലെ ഒരേ ഡയറക്ഷനിൽ പൊങ്ങും ഒരേ ഡയറക്ഷനിൽ താഴുകയും ചെയ്യുന്ന പോയിന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയാ, വേവ് ഫ്രണ്ട് എന്ന് പറയാം. The speed at which the wavefront moves outward from the source is called the speed of the wave. അതായത് വേവിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ആരുടെ സ്പീഡ് ആയിരിക്കും, വേവ് ഫ്രണ്ടിന്റെ സ്പീഡ് ആയിരിക്കും. ഓക്കെ, ഫ്രണ്ടിന്റെ സ്പീഡ് ആണ് ആരുടെ സ്പീഡ്, വേവിന്റെ സ്പീഡ്. വേവിന്റെ സ്പീഡ് എന്ന് പറയുന്നത് വേവ് ഫ്രണ്ടിന്റെ സ്പീഡ്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ഒരു സുഹൃത്തും കൂടെ നടക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്നിച്ചല്ലേ നടക്കുക, അപ്പൊ നിങ്ങൾ ഒരുമിച്ച് നടക്കുന്നു. അപ്പൊ വേവിന്റെ സ്പീഡ് തന്നെ ആയിരിക്കും ആർക്ക് ഉണ്ടാവുക, വേവ് ഫ്രണ്ടിനും ഉണ്ടാവുക. The energy of the wave travel in a direction perpendicular to the wavefront. Energy of the wave travels in a direction perpendicular to the wavefront. ഇനി നമുക്ക് പറയാം, സപ്പോസ് ഇതാണ് നമ്മുടെ വേവ് ഫ്രണ്ട് എന്ന് വിചാരിക്കുക. ഇതാണ് നമ്മുടെ പോയിന്റ് സോഴ്സ്, നമ്മുടെ വേവ് ഫ്രണ്ട്. എനർജി ഓഫ് ദ വേവ്, ഈ വേവിന്റെ എനർജി എന്ന് പറയുന്നത്, ഇത് നമ്മളുടെ വേവ് ഫ്രണ്ട് ആണ് കേട്ടോ. ശരി, ഇത് നമ്മളുടെ വേവ് ഫ്രണ്ട് ആണ്. ഈ വേവ് ഫ്രണ്ടില് എനർജി എന്ന് പറയുന്നത് ഏത് രീതിയിലായിരിക്കും, എനർജി ഓഫ് ദ വേവ് ട്രാവൽ ഇൻ എ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ വേവ് ഫ്രണ്ട്. ഇത് വേവ് ഫ്രണ്ട് ആണെങ്കിൽ വേവ് ഫ്രണ്ടിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രീതിയിലായിരിക്കും ആര് ട്രാവൽ ചെയ്യുക, നമ്മളുടെ എനർജി ട്രാവൽ ചെയ്യുക. ഓക്കെ, വേവ് ട്രാവൽ ചെയ്യുന്നതും ഏത് ഡയറക്ഷനിലാണ്, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡയറക്ഷനിലാണ്. എനർജി ട്രാവൽ ചെയ്യുന്നതും അതേ ഡയറക്ഷനിൽ തന്നെയാണ്. അതായത് എനർജി ഓഫ് ദ വേവ് ട്രാവൽ ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് ദി വേവ്. എനർജിയും വേവും ഒരേ ഡയറക്ഷനിലായിരിക്കും ട്രാവൽ ചെയ്യുക. എനർജി ഓഫ് ദ വേവ് എങ്ങനെയായിരിക്കും, വേവ് ഫ്രണ്ടിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഈ റൗണ്ടിലുള്ളതാണ് നമ്മളുടെ വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത്. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആരുണ്ടാവുക, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആരുണ്ടാവുക, നമ്മളുടെ എനർജി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, എനർജി ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ടൈപ്സ് ഓഫ് വേവ് ഫ്രണ്ടിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അതായത് നമ്മളൊരു പോയിന്റ് സോഴ്സ് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മള് ഒരു പോയിന്റ് സോഴ്സ് വെച്ചിട്ടുണ്ട്. ആ പോയിന്റ് സോഴ്സ് ഒരു മെഴുകുതിരിയാണ് അല്ലെങ്കിൽ ഒരു ബൾബാണ്, എന്തെങ്കിലും കത്തിച്ച് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ആ ബൾബിൽ നിന്നുള്ള എനർജി എങ്ങനെയായിരിക്കും, പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും അല്ലെ, വേവ് ഫ്രണ്ടിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും എന്ത് ട്രാവൽ ചെയ്യുക, എനർജി ട്രാവൽ ചെയ്യുക. അതുപോലെ തന്നെ വേവ്സും ട്രാവൽ ചെയ്യുന്ന ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദി വേവ് ഫ്രണ്ട് ആയിരിക്കും. ഒരു പോയിന്റ് സോഴ്സ് ഉണ്ടെങ്കിൽ ആ പോയിന്റ് സോഴ്സിന്റെ വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, സ്പെറിക്കൽ ഷേപ്പിലായിരിക്കും. നിങ്ങളൊരു ഗോളാകൃതി ചിന്തിക്കുക, അതായത് ഒരു ബോളിന്റെ ഷേപ്പ് ചിന്തിക്കാം. ഓക്കെ, ഒരു ബോളിന്റെ ഷേപ്പിലായിരിക്കും എന്ത് ട്രാവൽ ചെയ്യുക, അതിന് ചുറ്റും പ്രകാശം, ഒരു മെഴുകുതിരി അല്ലെങ്കിൽ ഒരു ബൾബ് കത്തിച്ച് വെച്ചായിട്ട് ചിന്തിക്കുക. അപ്പൊ അതിൽ നിന്ന് ഉണ്ടാകുന്ന ലൈറ്റ് എങ്ങനെയായിരിക്കും ട്രാവൽ ചെയ്യുക, ഒരു സ്പെറിക്കൽ ഷേപ്പിലായിരിക്കും ട്രാവൽ ചെയ്യുക. അല്ലാണ്ട് ഒരു ഡയറക്ഷനിൽ മാത്രമായിട്ടല്ലല്ലോ ട്രാവൽ ചെയ്യുക, അത് എന്ത് ചെയ്യും, സ്പെറിക്കൽ ഷേപ്പിലായിട്ടായിരിക്കും ട്രാവൽ ചെയ്യുക. അപ്പൊ ഒരു സ്പെറിക്കൽ വേവ് ഫ്രണ്ട് എപ്പോഴാണ് ഉണ്ടാവുക, വേവ് ഫ്രണ്ട് ഫ്രം എ പോയിന്റ് സോഴ്സ്. എന്തിനാ ഉണ്ടാവുക, ഒരു പോയിന്റ് സോഴ്സിൽ നിന്നുള്ള വേവ് ഫ്രണ്ട് ആണ് എന്തെന്ന് പറയണത്, ഒരു സ്പെറിക്കൽ വേവ് ഫ്രണ്ട് എന്ന് പറയണത്. അപ്പൊ ശ്രദ്ധിക്കുക, പോയിന്റ് സോഴ്സിൽ നിന്നുള്ള വേവ് ഫ്രണ്ട് എന്താണ്, സ്പെറിക്കൽ വേവ് ഫ്രണ്ട് ആണ്. ഏതാണ്, സ്പെറിക്കൽ
വേവ് ഫ്രണ്ട്. ഓക്കെ, സ്പെറിക്കൽ വേവ് ഫ്രണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് ഇവിടെ നോക്കാം. ഒരു ലീനിയർ സോഴ്സ് ആണെന്ന് വിചാരിക്കാം. ഒരു ലീനിയർ സോഴ്സ് ഇവിടെ നടുവിൽ കൊടുത്തിരിക്കുന്ന എസ് ആണ് എന്തെന്ന് പറയാ, നമ്മളുടെ ലീനിയർ സോഴ്സ് എന്ന് പറയാം. ഈ നടുവിൽ കൊടുത്തിരിക്കുന്ന എസ് ആണ് നമ്മളുടെ ലീനിയർ സോഴ്സ്. നമ്മളൊരു ട്യൂബ് ലൈറ്റ് പോലെ ഒരു ലീനിയർ സോഴ്സിനെ നമ്മൾ സങ്കല്പിക്കുക. അതിൽ നിന്നും ഉണ്ടാകുന്ന ലൈറ്റ് വേവ് ഫ്രണ്ട് എന്ത് ഡയറക്ഷനിലായിരിക്കും? സിലിണ്ട്രിക്കൽ വേവ് ഫ്രണ്ട് ആയിരിക്കും. എന്തായിരിക്കും? ഒരു സിലിണ്ട്രിക്കൽ വേവ് ഫ്രണ്ട്. വേവ് ഫ്രണ്ട് ഫ്രം എ ലീനിയർ സോഴ്സ്. ഒരു ലീനിയർ സോഴ്സിൽ നിന്നുള്ള ലൈറ്റ് എന്തായിരിക്കും? ഒരു സിലിണ്ട്രിക്കൽ വേവ് ഫ്രണ്ട് ആയിരിക്കും. ഓക്കെ, എല്ലാ ഡയറക്ഷനിലേക്കും അത് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അത് സിലിണ്ട്രിക്കൽ വേവ് ഫ്രണ്ട് ആയിരിക്കും. ഇനി ഒരു പോയിന്റ് സോഴ്സ് ഉണ്ട്. ദൂരെ ഒരു സ്ഥലത്ത് ഒരു പോയിന്റ് സോഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ആ പോയിന്റ് സോഴ്സിൽ നിന്ന് പ്രകാശം നമ്മളുടെ അടുത്തേക്ക് വരികയാണ്. ഓക്കെ, വളരെ ദൂരെ ഒരു ഡിസ്റ്റൻസിൽ നിന്ന് എന്ത് ചെയ്യാണ്? ഒരു പോയിന്റ് സോഴ്സിൽ നിന്ന് പ്രകാശം നമ്മളുടെ അടുത്തേക്ക് വരികയാണ്. നമ്മൾ അടുത്തേക്ക് എത്തും തോറും ആ സ്പിയറിന്റെ വലിപ്പം എന്താവും? കൂടി 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 വരും അല്ലെ? ആ സ്പിയറിന്റെ വളരെ ചെറിയ ഭാഗമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? നമ്മളുടെ അടുത്തേക്ക് എത്തുക. അങ്ങനെ എത്തുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നമ്മളുടെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും ആ വേവ് ഫ്രണ്ടിന്റെ ഷേപ്പ് എന്തായിട്ടുണ്ടാവും? യെസ്, കറക്റ്റ്. അതായത് പ്ലെയിൻ വേവ് ഫ്രണ്ട് ആയിട്ടുണ്ടാവും. എന്തായിട്ടുണ്ടാവും? പ്ലെയിൻ വേവ് ഫ്രണ്ട് ആയിട്ടുണ്ടാവും. പ്ലെയിൻ വേവ് ഫ്രണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് വേവ് ഫ്രണ്ട് അറ്റ് എ ലാർജ് ഡിസ്റ്റൻസ് ഫ്രം എ പോയിന്റ് സോഴ്സ്. വളരെ ദൂരെ നിൽക്കുന്ന ഒരു പോയിന്റ് സോഴ്സിൽ നിന്ന് വരുന്ന ഒരു വേവ് അതിന്റെ വേവ് ഫ്രണ്ട് നമ്മുടെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും ഏത് ഷേപ്പിലായിട്ടുണ്ടാവും? ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ടിന്റെ ഷേപ്പിലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോ നമ്മൾ 3 ടൈപ്പില് വേവ് ഫ്രണ്ട് പഠിച്ചു. ഒന്നാമത്തത് സ്പെറിക്കൽ വേവ് ഫ്രണ്ട്, രണ്ടാമത്തത് ഏതാ? സിലിണ്ട്രിക്കൽ വേവ് ഫ്രണ്ട്. വെരി ഗുഡ്, സിലിണ്ട്രിക്കൽ വേവ് ഫ്രണ്ട്. മൂന്നാമത്തത് പ്ലെയിൻ വേവ് ഫ്രണ്ട്. ഓക്കെ, മൂന്നാമത്തത് പ്ലെയിൻ വേവ് ഫ്രണ്ട്. വളരെ ഡിസ്റ്റന്റ് നിൽക്കുന്ന ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് കിട്ടും. അടുത്ത് നിൽക്കുന്ന പോയിന്റ് ഒബ്ജക്റ്റ് ആണെങ്കിൽ നമുക്ക് ഒരു സ്പെറിക്കൽ വേവ് ഫ്രണ്ട് കിട്ടും. ഒരു ലീനിയർ സോഴ്സ്, വളരെ നീളത്തിലുള്ള ട്യൂബ് ലൈറ്റ് ഒക്കെ പോലെ വളരെ നീളത്തിലുള്ള ഒരു സോഴ്സ് ആണെങ്കിൽ അതിൽ നിന്ന് വരുന്ന ലൈറ്റ് എന്തായിരിക്കും പറയും മക്കളെ? സിലിണ്ട്രിക്കൽ വേവ് ഫ്രണ്ട് ആയിരിക്കും. ഓക്കെ, നമ്മൾ മെയിൻ പാർട്ടിലേക്ക് പോകാൻ പോവാണ്. ഇതുവരെ പഠിച്ചത് നമുക്കൊരു 1 വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുക. ഇനിയുള്ള ഭാഗം നമ്മൾ വളരെ ശ്രദ്ധിച്ച് പഠിക്കണം. കുറച്ചുകൂടെ നല്ല മാർക്കിന് വരുന്ന ഡെഫിനിഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി എന്ന് വെച്ചാൽ വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഹൈജീൻസ് പ്രിൻസിപ്പിൾ. എന്താണ് ഹൈജീൻസ് പ്രിൻസിപ്പിൾ? അപ്പൊ നമ്മൾ ഹൈജീൻസ് പ്രിൻസിപ്പിൾ ആണ് ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു വേവ് തിയറി, ലൈറ്റിന്റെ വേവ് തിയറി ഡിസ്ക്രൈബ് ചെയ്തത് ആരാണ്? ഹൈജീൻ എന്ന സയന്റിസ്റ്റ് ആണ് അല്ലെ? ഹൈജീൻസ് ആണ് എന്ത് ഡിസ്ക്രൈബ് ചെയ്തത്? വേവ് തിയറി ഡിസ്ക്രൈബ് ചെയ്തത്. അപ്പൊ ഹൈജീന്റെ പ്രിൻസിപ്പിൾ എന്താണ്, ഇല്ലെങ്കിൽ വേവ് തിയറിയിൽ ഹൈജീൻസ് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു ഹൈജീൻസ് പ്രിൻസിപ്പിൾ, ഹൈജീന്റെ പ്രിൻസിപ്പിൾ പ്രകാരം, ഓക്കെ, ഹൈജീന്റെ പ്രിൻസിപ്പിൾ പ്രകാരം each point of the wavefront is the source of secondary disturbance. അതായത് ഓരോ സോഴ്സിന്റെ each point of the wavefront, wavefrontന്റെ ഓരോ പോയിന്റും എന്തുണ്ടാക്കുന്നു? ഒരു സെക്കൻഡറി വേവ് ഫ്രണ്ട് ഉണ്ടാക്കും. നമ്മൾ കുളത്തിൽ ഓളങ്ങൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞില്ലേ? ഓരോ ചെറിയ സർക്കിളും അടുത്ത വലിയ സർക്കിൾ ഉണ്ടാവാനുള്ള കാരണമാണ്. ഓക്കെ, ഇവിടെ ചെറിയ സർക്കിളിൽ നിന്ന് എനർജി ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? അടുത്ത വലിയ സർക്കിൾ ഉണ്ടാവുന്നത്, പിന്നീടുള്ള സർക്കിൾ ഉണ്ടാവുന്നത്. അപ്പൊ വേവ് ഫ്രണ്ട് എന്ന് പറയണത് എന്താണ്? ഈസ് ദ സോഴ്സ് ഓഫ് സെക്കൻഡറി ഡിസ്റ്റർബൻസ്. ഓക്കെ, ഹൈജീൻ പ്രിൻസിപ്പിൾ പ്രകാരം ഓരോ വേവ് ഫ്രണ്ടിലെ ഓരോ പോയിന്റും എന്താണ്? സെക്കൻഡറി സോഴ്സ് ആണ്. ഓക്കെ, the wavelets emanating from these points spread out in all direction with the speed of the wave. അതായത് നമ്മളുടെ wavelets, അതായത് നമ്മളുടെ വേവ് ഫ്രണ്ട്, ചെറിയ ചെറിയ വേവ്സ് എന്ത് ചെയ്യും? നമ്മളുടെ വേവ്സിന്റെ സ്പീഡിൽ അത് പ്രൊപ്പഗേറ്റ് ചെയ്ത് പുറത്തേക്ക് പോകും, സ്പ്രെഡ് ഔട്ട് ചെയ്യും, പുറത്തേക്ക് പോകും.
By drawing a common tangent to all these spheres, we obtain the new position of the wavefront at the later time. Hygiene argued that amplitude of the secondary wavelets is maximum in the forward direction and zero in the backward direction. അപ്പൊ ആദ്യം നമ്മൾ എന്താ പറഞ്ഞത്? ഹൈജീൻസ് തിയറി പ്രിൻസിപ്പിൾ പ്രകാരം ഓരോ വേവ് ഫ്രണ്ടും ഒരു വേവ് ഫ്രണ്ടിലെ എല്ലാ പോയിന്റ്സും എന്താണ്? സെക്കൻഡറി വേവ് ഫ്രണ്ട് ഉണ്ടാവാനുള്ള സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്ത് പറയുന്ന കാര്യം നമുക്ക് ഫിഗർ വെച്ചിട്ട് പറയാം. ഈ ഫിഗർ ശ്രദ്ധിക്കാം. ഈ ഫിഗറില് ഈ വേവ് ഫ്രണ്ട്, അതായത് ഇതാണല്ലോ നമ്മളുടെ വേവ് ഫ്രണ്ട്. ഓക്കെ, ഇതാണ് നമ്മളുടെ വേവ് ഫ്രണ്ട്. ഈ വേവ് ഫ്രണ്ടിൽ ഉണ്ടാവുന്ന ഓരോ പോയിന്റ്സും, ഓക്കെ, ഓരോ പോയിന്റ്സും ഒരു സെക്കൻഡറി വേവ് ഫ്രണ്ട് ഉണ്ടാവാനുള്ള കാരണമാണ്. ഓക്കെ, ഇതാണ് നമ്മളെ വേവ് ഫ്രണ്ട്. ഈ വേവ് ഫ്രണ്ടിൽ ഉണ്ടാവുന്ന ഓരോ പോയിന്റ്സും എന്താണ്? ഒരു സെക്കൻഡറി വേവ് ഫ്രണ്ട് ഉണ്ടാവാനുള്ള കാരണമാണ്. ഒരു സെക്കൻഡറി വേവ് ഫ്രണ്ട് ഉണ്ടാവാനുള്ള കാരണമാണ്. ഓക്കെ, പിന്നീട് നമ്മൾ പറയാണ് ഈ ഓരോ വേവ് ഫ്രണ്ടിനും നമ്മളൊരു ടാൻജൻഷ്യൽ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുകയാണ്. ടാൻജൻഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ മാത്രം മുട്ടിയിട്ട്, നമുക്കറിയാലോ ടാൻജന്റ് വരയ്ക്കാൻ. ഓക്കെ, ഇങ്ങനെ ടാൻജന്റ് വരയ്ക്കുമ്പോൾ ഓക്കെ, ഇതാണ് നമ്മൾ ടാൻജന്റ്, വരച്ച ടാൻജന്റ്. ഓക്കെ, G1 G2 എന്നുള്ളതാണ് നമ്മളുടെ ടാൻജന്റ്. F1 F2 ആണ് ഫസ്റ്റത്തേൽ വരച്ചത്, ഫസ്റ്റ് വേവ് ഫ്രണ്ടിന്റെ ടാൻജന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഈ പ്രൈമറി സോഴ്സ് വെച്ചിട്ട് നമുക്ക് എന്തുണ്ടായി? ഒരു വേവ് ഫ്രണ്ട് ഉണ്ടായി. ആ വേവ് ഫ്രണ്ടിൽ നമ്മൾ ഒരു ടാൻജന്റ് വരച്ചു. അതിന് അടുത്ത പോയിന്റിൽ ഉണ്ടാവുന്ന വേവ് ഫ്രണ്ടിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ വേവ് ഫ്രണ്ടിന്റെ പൊസിഷൻ എവിടെയാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് തൊട്ട് മുമ്പിലുള്ള സോഴ്സിനെ നോക്കിയാൽ നമുക്ക് എന്ത് മനസ്സിലാവും? ഈ സോഴ്സിനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഈ സോഴ്സിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? അടുത്ത വേവ് ഫ്രണ്ടിന്റെ പൊസിഷൻ എവിടെയാണെന്ന് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഹൈജീൻസ് പ്രിൻസിപ്പിൾ പ്രകാരം നമ്മൾ ഒരു വേവ് ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ ഒരു പ്രൈമറി സോഴ്സ് ഉണ്ട്. ആ പ്രൈമറി സോഴ്സിൽ നിന്ന് എന്ത് ചെയ്യുന്നു? വേവ് ഫ്രണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യണം. ആ വേവ് ഫ്രണ്ടിന്റെ അടുത്തിൽ നിന്ന് ഓരോ പോയിന്റും എന്താണ്? സെക്കൻഡറി വേവ്ലെറ്റ്സ് ഉണ്ടാവാനുള്ള ഒരു കാരണമാണ്. സെക്കൻഡറി വേവ്ലെറ്റ്സിന്റെ കാരണമാണ് ആരെന്ന് പറയണത്? ഈ പ്രൈമറി വേവ് ഫ്രണ്ടിന്റെ പോയിന്റ്സ് എന്ന് പറയണത്. ഓക്കെ, ഇനി അതുപോലെ ഈ പ്രൈമറി വേവ് ഫ്രണ്ടിൽ നിന്ന് വരുന്ന പോയിന്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെക്കൻഡറി വേവ് ഫ്രണ്ടിന്റെ പൊസിഷൻ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അടുത്ത ആൾ എവിടെയാണ് വരാൻ പോകുന്നത് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ F1 F2 പൊസിഷൻ അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? G1 G2 ഏത് പോയിന്റിൽ വരുന്നു, അടുത്ത വേവ് ഫ്രണ്ട് ഏത് പോയിന്റിൽ വരുന്നു എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഹൈജീൻസ് പ്രിൻസിപ്പിൾ പറയണത്. ഹൈജീൻസ് പ്രിൻസിപ്പിൾ പറയണത് അതാണ്. ഓക്കെ, അക്കോർഡിംഗ് ടു ഹൈജീൻസ് പ്രിൻസിപ്പിൾ, ഇനി ഒന്നുകൂടെ നമ്മൾ ഹൈജീൻസ് പ്രിൻസിപ്പിൾ വായിച്ചു നോക്കുക. According to hygiene's principle, each point of the wavefront is the source of a secondary disturbance, and the wavelets emanating from these points spread out in all directions with the speed of the wave. അതായത് വേവിന്റെ സ്പീഡിനനുസരിച്ചിട്ട് ഈ വേവ്ലെറ്റ്സും എന്ത് ചെയ്യും? മൂവ് ചെയ്തുകൊണ്ടിരിക്കും. By drawing a common tangent to all these spheres, we obtain a new position of the wavefront. അതായത് ഈ സ്പിയറിൽ നിന്നെല്ലാം, ഈ വേവ് ഫ്രണ്ടിൽ നിന്നെല്ലാം ഒരു കോമൺ ടാൻജന്റ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വേവ് ഫ്രണ്ടിന്റെ കോമൺ പൊസിഷൻ എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാകാൻ പറ്റും. ഹൈജീൻസ് ആർഗ്യൂഡ് ദാറ്റ്, ഹൈജീൻ എന്താണ് വാദിച്ചത്? ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ സെക്കൻഡ് വേവ് ഫ്രണ്ട്, അതായത് നമ്മളിപ്പോ ഈ വേവ്സ് മൂവ് ചെയ്യുന്നത് സ്പ്രെഡ് ഔട്ട് ചെയ്ത് പോവുക മാത്രമല്ല, തിരിച്ച് ബാക്കിലോട്ട് എന്ത് ചെയ്യുന്നില്ല? ബാക്കിലോട്ട് അത് ഉണ്ടാവുന്നില്ല എന്നാണ് അദ്ദേഹം പറയണത്. അതായത് സോഴ്സിൽ നിന്ന് ലൈറ്റ് പുറത്തേക്ക് ഇങ്ങനെ സ്പ്രെഡ് ഔട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക, അല്ലാതെ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? തിരിച്ച് അകത്തേക്ക് വരുന്നില്ല. ഓക്കെ,
നമ്മൾ പറയാൻ പോണത് റിഫ്രാക്ഷൻ ഓഫ് എ പ്ലെയിൻ വേവ് ആണ്. ഓക്കെ, ഇതുവരെ നമ്മൾ പഠിച്ചത് വേവ് മോഷന്റെ ബേസിക് ആയ കാര്യങ്ങളാണ്. വേവ് മോഷന്റെ ബേസിക് ആയ കാര്യങ്ങൾ പഠിച്ചു. നമ്മൾ ഹൈജീൻസ് പ്രിൻസിപ്പിൾ, വേവ് തിയറിയിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഡെഫിനിഷൻ ആണ് ഹൈജീൻസ് പ്രിൻസിപ്പിൾ. അപ്പൊ നമ്മൾ ഹൈജീൻസ് പ്രിൻസിപ്പിൾ നോക്കി. മൂന്നാമത്തത് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് റിഫ്രാക്ഷൻ ഓഫ് പ്ലെയിൻ വേവ് ഫ്രണ്ട്, അതുപോലെ തന്നെ റിഫ്രാക്ഷൻ ഓഫ് പ്ലെയിൻ വേവ് ഫ്രണ്ട്, അതുപോലെ തന്നെ റിഫ്ലക്ഷൻ ഓഫ് പ്ലെയിൻ വേവ് ഫ്രണ്ട് ആണ്. ഓക്കെ, അപ്പൊ റിഫ്രാക്ഷനും റിഫ്ലക്ഷനും നമ്മൾ എന്ത് ചെയ്യണം? ഹൈജീൻസ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പൊ പ്ലെയിൻ വേവിന്റെ റിഫ്രാക്ഷനും റിഫ്ലക്ഷനും നമ്മൾ എന്ത് വെച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ പോവുകയാണ്? നമ്മൾ ഹൈജീൻസ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പോവുകയാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് റിഫ്രാക്ഷൻ ഓഫ് പ്ലെയിൻ വേവ് ആണ്. ഓക്കെ, ഒരു പ്ലെയിൻ വേവിന്റെ റിഫ്രാക്ഷൻ ആണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പോണത്. അപ്പൊ ഇത് പറയുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ ഫിഗർ വരയ്ക്കാൻ നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ ഫിഗർ വരയ്ക്കുമ്പോൾ നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ വരച്ചു പോവുക. എങ്ങനെയാണ് പ്ലെയിൻ വേവ് ഫ്രണ്ട് റിഫ്രാക്ഷൻ നമ്മൾ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യാം? ഓക്കെ, ഇതിൽ എളുപ്പത്തിൽ വരയ്ക്കാനുള്ള ചില മെത്തേഡ്സ് നമുക്ക് പറയാം. അതായത് ഇത് ഫസ്റ്റ് മീഡിയ ആണ്, ഇത് സെക്കൻഡ് മീഡിയ ആണ്. ഓക്കെ, ഫസ്റ്റ് മീഡിയം, ഇത് സെക്കൻഡ് മീഡിയം. ഫസ്റ്റ് മീഡിയത്തിലുള്ള ലൈറ്റിന്റെ വെലോസിറ്റി v1 ആണ്. സെക്കൻഡ് മീഡിയത്തിലുള്ള ലൈറ്റിന്റെ വെലോസിറ്റി v2 ആണ്. ഓക്കെ, ഫസ്റ്റ് മീഡിയത്തിലുള്ള ലൈറ്റിന്റെ വെലോസിറ്റി v1 ആണ്, സെക്കൻഡ് മീഡിയത്തിലുള്ളത് v2 ആണ്. ഫസ്റ്റ് മീഡിയത്തിലുള്ളത് റയറർ മീഡിയ ആണ്. ഫസ്റ്റ് മീഡിയം എന്താണ്? റയറർ മീഡിയ ആണ്. സെക്കൻഡ് മീഡിയം എന്താണ്? ഡെൻസർ മീഡിയ ആണ്. ഓക്കെ, ഫസ്റ്റ് മീഡിയം റയറർ മീഡിയ ആണ്, സെക്കൻഡ് മീഡിയം ഡെൻസർ മീഡിയ ആണ്. ഇനി ഇൻസിഡന്റ് വേവ് ഫ്രണ്ട്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഇൻസിഡന്റ് വേവ് ഫ്രണ്ട്. ഏതാണ്? ഇതാണ് നമ്മളുടെ ഇൻസിഡന്റ് വേവ് ഫ്രണ്ട്. ഇൻസിഡന്റ് വേവ് ഫ്രണ്ട്, ഇൻസിഡന്റ് വേവ് ഫ്രണ്ടും മീഡിയവും കൂടെ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് എന്തെന്ന് പറയണത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ശ്രദ്ധിക്കാം, ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്താണ്? ഇൻസിഡന്റ് മീഡിയം, ഇൻസിഡന്റ് വേവ് ഫ്രണ്ട് അതുപോലെ മീഡിയവും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് എന്തെന്ന് പറയണത്? ഇൻസിഡന്റ് ആംഗിൾ എന്ന് പറയണത്. ഓക്കെ, ഈ വേവ് ഫ്രണ്ടിൽ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് എ, ഇവിടുത്തെ പോയിന്റ് ബി. എയും ബിയും നോട്ട് ചെയ്യാം. ഓക്കെ, എയിലെത്തുന്ന ഭാഗം ഓക്കെ പിന്നീട് സഞ്ചരിക്കുന്നത് എങ്ങനെയാണ്? റയറർ മീഡിയ അല്ല, ഡെൻസർ മീഡിയത്തിലൂടെയാണ്. ഓക്കെ, ഏത് മീഡിയത്തിലൂടെയാണ്? ഡെൻസർ മീഡിയത്തിലൂടെയാണ് പിന്നീട് ട്രാവൽ ചെയ്യണത്. പക്ഷേ ഡിയിലെത്തുന്ന ആൾക്ക്, ഡിയിലെത്തുന്ന സമയത്ത് അതിന് വീണ്ടും ഏത് മീഡിയത്തിലൂടെയാണ് ട്രാവൽ ചെയ്യേണ്ടത്? ഈ റയറർ മീഡിയത്തിലൂടെ തന്നെയാണ് ട്രാവൽ ചെയ്യേണ്ടത്. അതായത് കനം കുറഞ്ഞ മീഡിയം അല്ലെങ്കിൽ ഡെൻസിറ്റി കുറവുള്ള മീഡിയം, കനം കുറഞ്ഞ മീഡിയം അല്ലെങ്കിൽ ഡെൻസിറ്റി കുറവുള്ള മീഡിയം ആണ് എന്തെന്ന് പറയണത്? നമ്മൾ റയറർ മീഡിയത്തിലൂടെ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ എ എന്ന് പറയുന്ന ആള്, എ എന്നുള്ള ആള് മീഡിയത്തിന്റെ ഇന്റർഫേസിൽ എത്തുന്ന സമയത്ത് സെയിം പോയിന്റ് ബി എത്തുന്നില്ല, നമ്മൾ ഇന്റർഫേസിൽ എത്തുന്നില്ല. ഓക്കെ, അതിന് കുറച്ചുകൂടെ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? നമ്മളുടെ ഇന്റർഫേസിൽ എത്തുള്ളൂ. ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ രണ്ട് മീഡിയത്തിനെയും കൂടെ വേർതിരിക്കുന്ന ആ ഒരു പൊസിഷനെയാണ് നമ്മൾ എന്ത് പറയാ? ഇന്റർഫേസ് എന്ന് പറയാ. ഓക്കെ, അപ്പൊ ഇനി ശ്രദ്ധിക്ക, എ എന്ന് ബി എന്നുള്ള ഭാഗം ടി ടൈം കൊണ്ട് എവിടെ എത്തി? ബി എന്നുള്ള പോയിന്റ് ടി ടൈം കൊണ്ട് സി എത്തി. ഓക്കെ, ബി എന്നുള്ള പോയിന്റ് ടി ടൈം കൊണ്ട് സി എത്തി. അതിന്റെ വെലോസിറ്റി വി ആണെങ്കിൽ
അത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്താണ്? v1 ടോ ആണ്. എന്താണ്? v1 ടോ ആണ്. അതായത് ടോ ടൈം കൊണ്ട് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ? v1 ടോ ആണ്. അതേ സമയം ഈ പൊസിഷനിൽ എ എന്നുള്ള ഭാഗം എവിടെ ട്രാവൽ ചെയ്തെത്തി? ടി ടൈം കൊണ്ട് v2 ടോയിലെത്തി. v2 എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് മീഡിയത്തിലുള്ള വെലോസിറ്റി ആണ്. എന്താണ്? സെക്കൻഡ് മീഡിയത്തിലുള്ള വെലോസിറ്റി ആണ്. ടോ ടൈം കൊണ്ട് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് v2 ടോ ആണ്. ഓക്കെ, v2 ടോ. ഇതിൽ ഈ ലെങ്ത് ബി സി എന്നുള്ള ഡിസ്റ്റൻസും എ എന്നുള്ള ഡിസ്റ്റൻസും തമ്മിലുള്ള ലെങ്ത് വ്യത്യാസമുണ്ട്. എന്താ കാരണം? ബി സി എന്ന് പറയണത് റയറർ മീഡിയത്തിലൂടെ ട്രാവൽ ചെയ്ത ആളാണ്. എ എന്ന് പറയുന്ന ആൾ എന്താണ്? ഡെൻസർ മീഡിയത്തിലൂടെ ട്രാവൽ ചെയ്ത ആളാണ്. ഓക്കെ, അപ്പൊ റയറർ മീഡിയത്തിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ അത് കുറച്ച് കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും. ഡെൻസർ മീഡിയത്തിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അത് കുറവ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ നോക്കാനുള്ളത് ഇവിടെ നമുക്ക് കിട്ടുന്നതില്ലേ, ഈ എ ഇ സി ഈ പോയിന്റ് എന്ന് പറയുന്നത് നമ്മളിവിടെ ഇൻസിഡന്റ് വേവ് ഫ്രണ്ട് പറഞ്ഞു അല്ലെ? അതുപോലെ റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട് ആണ് ഈ ഇ സി എന്ന് പറയുന്ന പൊസിഷൻ. ഓക്കെ, ഈ പൊസിഷൻ എന്താണ്? റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട് ആണ്. റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ടും അതിന്റെ മീഡിയവും ഇന്റർഫേസ് തമ്മിലുള്ള ആംഗിൾ ആണ് എന്ത്? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. എന്താണ്? റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ടും മീഡിയത്തിന്റെ ഇന്റർഫേസും തമ്മിലുള്ള ആംഗിൾ എന്താണ്? R ആണ്. R എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ്. അതുപോലെ ഇൻസിഡന്റ് വേവ് ഫ്രണ്ടും മീഡിയം ഓഫ് ഇന്റർഫേസും തമ്മിലുള്ള ആംഗിൾ എന്താണ്? I ആണ്. ഓക്കെ, ഇനി നമുക്ക് ലോ ഓഫ് റിഫ്രാക്ഷൻ ആണ് നമുക്ക് നോക്കേണ്ടത്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സൈൻ ഐ ബൈ സൈൻ ആർ ആണ്. ഓക്കെ, സൈൻ ഐ ബൈ സൈൻ ആർ നമുക്ക് കണ്ടുപിടിക്കണം. ഈ ഫിഗർ നോക്കിയിട്ട് സൈൻ ഐ എന്ത് വരും എന്ന് പറഞ്ഞേ? സൈൻ ഐ എന്ത് വരും എന്ന് പറഞ്ഞേ? സൈൻ ഐ എടുക്കണമെങ്കിൽ നമ്മൾ ഏത് ട്രയാങ്കിൾ എടുക്കണം? എ ബി സി എന്നുള്ള ട്രയാങ്കിൾ എടുക്കണം അല്ലെ? ഈ ട്രയാങ്കിൾ എടുക്കുക. ട്രയാങ്കിൾ എ ബി സി. അത് ശരിയാവണില്ല. ശരി, അപ്പൊ നമ്മൾ ട്രയാങ്കിൾ എ ബി സി എടുത്തു. സൈൻ ഐ എന്ത് വരും? സൈൻ ഐ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബി സി. ബി സി എന്ന് പറയുന്നത് v1 ടോ ആണ്. v1 ടോ ആണ്. ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്താ? എ സി ആണ് ഹൈപ്പോട്ടന്യൂസ്. ഇനി അടുത്തത് സൈൻ ആർ. സൈൻ ആർ എന്താ? സൈൻ ആർ ഓപ്പോസിറ്റ് സൈഡ് എന്താ? v2 ടോ ആണ്. ഹൈപ്പോട്ടന്യൂസ് എന്താ? എ സി ആണ്. സൈൻ ഐ ബൈ സൈൻ ആർ എന്ത് വരും പറഞ്ഞേ? സൈൻ ഐ ഡിവൈഡഡ് ബൈ സൈൻ ആർ എന്ത് വരും? സൈൻ ഐ ബൈ സൈൻ ആർ എന്ത് വരും? v1 ടോ ഡിവൈഡ് ബൈ എ സി, v2 ടോ ഡിവൈഡ് ബൈ എ സി. രണ്ടിലും എ സി കോമൺ ആയിട്ടുണ്ട്, എ സി വെട്ടിക്കളഞ്ഞു. ടോയും കോമൺ ആയിട്ടുണ്ട്, ടോയും വെട്ടിക്കളഞ്ഞു. സോ നമുക്ക് സൈൻ ഐ ബൈ സൈൻ ആർ എന്ത് വരും? v1 ബൈ v2 വരും. ഓക്കെ, v1 ബൈ v2 വരും. ഓക്കെ, ഇതുവരെ നമുക്ക് കിട്ടിയില്ലേ? ഇനി നമ്മൾ പറയാൻ പോണത്, നമുക്ക് അറിയാം നമ്മളുടെ വെലോസിറ്റിയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും തമ്മിലുള്ള കണക്ഷൻ. ഓക്കെ, വെലോസിറ്റിയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും എങ്ങനെയാണ് നമുക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്? n is equal to c by v. അങ്ങനെയല്ലേ? എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? n is equal to c by v. n is equal to c by v വരികയാണെങ്കിൽ n1 വാല്യൂ എന്ത് വരും? n1 is equal to n1 is equal to c divided by v1.
and N2 is equal to C divided by V2. So V1 by V2. V1 divided by V2 എന്ത് വരും നമുക്ക് കണ്ടുപിടിക്കണം. ഈ ഇക്വേഷനിൽ നിന്ന് V1 ഇങ്ങോട്ട് കൊണ്ടുപോയി N1 ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ നമുക്ക് V1ന്റെ ഇക്വേഷൻ എന്ത് വരും? C divided by 1 divided by അതേപോലെ തന്നെ V2ന്റെ ഇക്വേഷൻ എന്ത് വരും? C divided by N2. So V1 by V2 എന്ത് വരും? N2 divided by N1 വരും. ഓക്കെ, C1 അപ്പൊ sin I by sin R എന്ത് വരും? N2 divided by N1 വരും. ഇതാണ് നമ്മളുടെ N2 divided by N1 വരും. ഇതാണ് നമ്മളുടെ റിഫ്രാക്ഷന്റെ ലോ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. sin I by sin R is equal to V1 by V2 which is equal to N2 by N1. ഇത് ക്ലിയർ അല്ലേ മക്കളെ? അതായത് നമ്മളിവിടെ ഒരു ഇൻസിഡന്റ് വേവ് ഫ്രണ്ട് വരച്ചു. ഇൻസിഡന്റ് വേവ് ഫ്രണ്ട് വരച്ചു. ഇൻസിഡന്റ് വേവ് ഫ്രണ്ടും ഇന്റർഫേസും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അതുപോലെ തന്നെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ നമ്മൾ പറഞ്ഞു. റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ടും അതുപോലെ ഇന്റർഫേസും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. അതിനുശേഷം നമ്മൾ രണ്ട് ട്രയാംഗിൾ കൺസിഡർ ചെയ്തു. സൈൻ ഐ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അതുപോലെ സൈൻ ആറും കണ്ടുപിടിച്ചു. V1 by V2 കിട്ടി. ഈ V1 by V2 എങ്ങനെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സുമായിട്ട് കണക്ട് ചെയ്യണം നമ്മൾ കണ്ടുപിടിച്ചു. N2 by N1. ഓക്കെ, ഇത് 3 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിർബന്ധമായിട്ടും പഠിച്ചിട്ടേ നിങ്ങൾ പോകാവൂ. ഓക്കെ, അതിന്റെ ഡെറിവേഷൻ ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇതാണ് സ്നെൽസ് ലോ ഓഫ് റിഫ്രാക്ഷൻ. N1 into sin I is equal to N2 into sin R. നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ ഇല്ലേ, sin I by sin R is equal to N2 divided by N1. അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയിട്ടുള്ളതാണ്. N1 sin I is equal to N2 sin R എന്നുള്ളത്. ഓക്കെ, ഇതാണ് എന്ത് സ്നെൽസ് ലോ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇതുപോലെ വേവ് ലെങ്ത്തിന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ലൈറ്റിന്റെ ഫ്രീക്വൻസി ഒരിക്കലും ഒരു മീഡിയം ടു മറ്റൊരു മീഡിയം ചേഞ്ച് ചെയ്യില്ല. പക്ഷെ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് അവിടെ ചേഞ്ചിങ് ഫാക്ടർ ആരാ വരുന്നത്? ലാംഡയാണ്. വെലോസിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യുന്ന ഫാക്ടർ ആരാണ്? ലാംഡയാണ്. ലാംഡ. സോ ലാംഡ 1 by ലാംഡ 2 is equal to V1 by V2. ഓക്കെ, ആ പോയിന്റും നോട്ട് ചെയ്ത് വെക്കാം. അടുത്തത്, this implies that when a wave gets refracted into a denser medium, the wavelength and the speed of propagation decreases, but the frequency remains the same. അതായത് ഒരു ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോവുകയാണെങ്കിൽ, അതായത് റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് പോവുകയാണെങ്കിൽ, റിഫ്രാക്ട് ചെയ്ത് പോവുകയാണെങ്കിൽ, the wavelength and the speed of propagation decrease, but the frequency remains the same. അവിടുത്തെ വേവ് ലെങ്ത്തും അതുപോലെ സ്പീഡും എന്ത് ചെയ്യും? കുറയും. പക്ഷെ ഫ്രീക്വൻസി എന്ത് ചെയ്യും? അതുപോലെ തന്നെ നിലനിൽക്കും. ചേഞ്ചസ് ഒന്നും ഇല്ലാണ്ട് നിലനിൽക്കും. ഇത് നമ്മൾ നേരത്തെ എഴുതിയത് തന്നെയാണ്. ഇതിന് നേരെ തിരിച്ച് നമ്മൾ നേരത്തെ ഡെൻസർ മീഡിയത്തിലായിരുന്നു നമ്മളുടെ റിഫ്രാക്ഷൻ. ഇത് നേരെ തിരിച്ച് റെയറർ മീഡിയത്തിലേക്കാണ്. അതിന്റെ ഒരു ചെറിയ ചേഞ്ച് വരച്ചിരിക്കുകയാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു ഫിഗർ മാത്രം വൃത്തിയായി പഠിക്കുക കേട്ടോ. നമുക്കറിയാം, ഒരു റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് പോകുക, അതായത് ഡെൻസിറ്റി കൂടുതലുള്ള മീഡിയത്തിൽ നിന്ന് ഡെൻസിറ്റി കുറവുള്ള മീഡിയത്തിലേക്ക് പോകുമ്പോഴാണ് എന്ത് സംഭവിക്കുക? അവിടെ ക്രിട്ടിക്കൽ ആംഗിളിന്റെ ഇമ്പോർട്ടൻസ് വരാം. എന്ത് വരാം? ക്രിട്ടിക്കൽ ആംഗിളിന്റെ ഇമ്പോർട്ടൻസ് വരാം. The angle of refraction will be greater than the angle of incidence. Angle of refraction എന്ന് പറയുന്നത് angle of incidence-നെ കാളും കൂടുതലായിരിക്കും. That is, if I is equal to IC, then sin R is equal to 1 and R is equal to 90 degree. അതായത് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് ആംഗിൾ ഇൻസിഡന്റ് ചെയ്യുമ്പോഴാണോ ആ ഇന്റർഫേസിന്
ഒപ്പം പോകുന്നത്, അതായത് ഇന്റർഫേസിൽ പാരലൽ ആയിട്ട് പോകുന്നത്, മുട്ടിയിട്ട് ഇന്റർഫേസിന് മേലത്തൂടെ തന്നെ പോകുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയും? ആ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയണത്. ഓക്കെ, ആ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയണത്. സോ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്താവും? ആർ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആവും. സൈൻ 90 എന്താ? 1 ആണ്. സോ നമ്മളുടെ ഇക്വേഷൻ എങ്ങനെ മാറും? സൈൻ ഐ സി ഈസ് ഈക്വൽ ടു n2/n1 ആവും. നോക്കിയേ, നമ്മൾ ഇത് വലിയ കാര്യമൊന്നുമില്ല. സൈൻ ഐ ബൈ സൈൻ ആർ ഈസ് ഈക്വൽ ടു n2/n1 നമ്മൾ പഠിച്ചില്ലേ? n2/n1 പഠിച്ചു. ക്രിട്ടിക്കൽ ആംഗിൾ ആവുന്ന സമയത്ത്, ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ക്രിട്ടിക്കൽ ആംഗിൾ ആവുമ്പോൾ നമ്മളുടെ സൈൻ ഐ എന്ന് പറയും, ഇൻസിഡന്റ് ആംഗിൾ ഐ സി ആവും. അതായത് ക്രിട്ടിക്കൽ ആംഗിൾ ആവുമ്പോൾ നമ്മളുടെ റിഫ്രാക്റ്റഡ് ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിട്ട് മാറും. സൈൻ 90 എന്ന് പറയുന്നത് 1 ആണ്. സോ സൈൻ 90 ഈ ഭാഗം എന്തായി? 1 ആയി. സോ നമുക്ക് എന്ത് പറയാം? സൈൻ ഐ ഈസ് ഈക്വൽ ടു n2 ഡിവൈഡഡ് ബൈ n1 എന്ന് പറയാം. Okay, so the angle IC is known as the critical angle, and for all angles of incidence greater than the critical angle, the wave will undergo total internal reflection. ഈ ക്രിട്ടിക്കൽ ആംഗിളിനെക്കാളും കൂടുതലായിട്ട് ആംഗിൾ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആയിരിക്കും അവിടെ സംഭവിക്കുക, ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കും. ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോവാണ്. നമ്മൾ റിഫ്രാക്ഷൻ പഠിച്ചത് അത്ര പോലും പ്രയാസമില്ല, റിഫ്ലക്ഷനിലേക്കാണ് നമ്മൾ പോണത് അല്ലെ? റിഫ്ലക്ഷൻ നമ്മൾ വീണ്ടും കൺസിഡർ ചെയ്യാണ്. ഒരു മീഡിയം, ആ മീഡിയത്തിന്റെ ഇന്റർഫേസിൽ വന്നിട്ട് ഒരു ലൈറ്റ് വേവ് വന്ന് ഇൻസിഡന്റ് ചെയ്തു. ഓക്കെ, ലൈറ്റ് വേവ് വന്ന് ഇൻസിഡന്റ് ചെയ്തു. ഇത് നമ്മളുടെ ഇന്റർഫേസ് ആണ് കേട്ടോ, നമ്മുടെ വേവ് ഫ്രണ്ട് ആണ്, നമ്മുടെ ഇൻസിഡന്റ് വേവ് ഫ്രണ്ട് ആണ്. ഇൻസിഡന്റ് വേവ് ഫ്രണ്ടും മീഡിയത്തിന്റെ ഇന്റർഫേസ് തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഓക്കെ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഉണ്ടാക്കി. ഇനി നമ്മളുടെ എ എന്ത് ചെയ്യണം? ആ പോയിന്റ് തന്നെ റിഫ്ലക്ട് ചെയ്ത് പോവുകയാണ്. ബി എന്നുള്ള പോയിന്റ് കുറച്ചുകൂടെ വന്നിട്ടാണ് എന്ത് ചെയ്ത് പോകുന്നത്? റിഫ്ലക്ട് ചെയ്ത് പോകണത് കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഓക്കെ, നമ്മളുടെ റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട് ഏതാ? നമ്മൾ റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട് ഇതാണ് നമ്മളുടെ റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട് കേട്ടോ. രണ്ടും കൂടെ എഴുതിയിട്ട് കൺഫ്യൂഷൻ ആവണ്ട. ഇത് നമ്മളുടെ ഇൻസിഡന്റ് വേവ് ഫ്രണ്ടും ഇത് നമ്മളുടെ റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ടും ആണ്. ഓക്കെ, ഏതാ റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട്? ബ്ലൂ കളറിൽ നമ്മൾ വരച്ചതാണ് കേട്ടോ റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട്. ആ റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ടും ഇൻസിഡന്റ് ആംഗിളും ഇന്റർഫേസും കൂടെ വന്നിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇവിടെ രണ്ട് ട്രയാംഗിൾ ഉണ്ടായിട്ടുണ്ട്, നമുക്ക് നോക്കാം. ട്രയാംഗിൾ എ ബി സി, അതുപോലെ തന്നെ ട്രയാംഗിൾ എ ഇ സി. ഓക്കെ, എ ഇ സി. ഈ രണ്ട് ട്രയാംഗിൾ കൺസിഡർ ചെയ്താൽ ഇവർക്ക് ഒരു സൈഡ് കോമൺ ആണ്. ഏത് സൈഡാ കോമൺ? എ സി എന്നുള്ള സൈഡ് കോമൺ ആണ് അല്ലെ? എ സി എന്നുള്ള സൈഡ് കോമൺ ആണ്. പിന്നെ ഒന്ന് നോക്കിയേ, ഈ ട്രയാംഗിളില് രണ്ട് ഡിസ്റ്റൻസ് ഉണ്ട്. ഏത് രണ്ട് ഡിസ്റ്റൻസാ? ഈ ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസും ഈക്വൽ ആണ്. എങ്ങനെ ഈക്വൽ ആയി? കാരണം ഒരേ ഡിസ്റ്റൻസിൽ ഒരേ സമയത്ത് നമ്മളുടെ മീഡിയം മാറ്റമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ V1 ടോ തന്നെയാണ് ഇവിടെയുള്ള രണ്ട് ഡിസ്റ്റൻസും. സോ V1 ടോയും V1 ടോയും ആണ് ഇവിടെ, അതായത് ടോ ടൈമിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? V1 ടോ ആണ്. സോ AE എന്ന് പറയുന്ന ഭാഗവും BC എന്ന് പറയുന്ന ഭാഗവും എന്താണ്? ഈക്വൽ ആണ്. സോ AE is equal to AE is equal to BC. AE എന്ന് പറയുന്ന ഭാഗവും BC എന്ന ഭാഗവും ഈക്വൽ ആണ്. അതുപോലെ AC എന്ന് പറയുന്ന പോയിന്റ് എന്താ? AC എന്ന് പറയുന്ന ലൈന് കോമൺ ലൈനാണ്. കോമൺ ആണ്. അതുപോലെ ഈ രണ്ട് ട്രയാംഗിൾ നോക്കിയാൽ ഒരു പോയിന്റ് എന്താ? ഒരു ആംഗിള് 90 ഡിഗ്രി ആണ്. ഓക്കെ, അതായത് ഒരു ആംഗിൾ 90 ഡിഗ്രി ആണ്. രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ ആ രണ്ട് ട്രയാംഗിൾസിനെ നമുക്ക് എന്ത് പറയാം? കോൺഗ്രുവന്റ് ആണെന്ന് പറയാം. എന്ത് പറയാം? നമുക്ക്
ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ എ ഇ സിയും എന്താണ്? കോൺഗ്രുവന്റ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ക്ലിയർ ആണോ? കോൺഗ്രുവന്റ് ആണെങ്കിൽ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ എല്ലാ വശവും എല്ലാ ആംഗിൾസും എന്താണ്? ഈക്വൽ ആണ്. അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് സൈൻ ഐ ഈസ് ഈക്വൽ ടു സൈൻ ആർ എന്ന് പറഞ്ഞുകൂടെ? ഓക്കെ, നമ്മളുടെ സൈൻ ഐ ഈസ് ഈക്വൽ ടു സൈൻ ആർ എന്ന് നമുക്ക് പറയാം. അങ്ങനെ നമുക്ക് ലോ ഓഫ് റിഫ്ലക്ഷൻ എന്ത് ചെയ്യാം? പ്രൂവ് ചെയ്തതായിട്ട് നമുക്ക് സ്റ്റേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളുടെ ലോ ഓഫ് റിഫ്ലക്ഷൻ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ആംഗിൾ സൈൻ ഐ അല്ല, ആംഗിൾ ഐ ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ. അതായത് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് എന്തെന്ന് പറയണത്? ലോ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയണത്. ഓക്കെ, നമുക്കൊന്ന് വായിച്ചു നോക്കാം. If V represents the speed of the wave in a medium and if tau represents the time taken by the wavefront to advance from the point B to C, then BC is equal to V into tau. അപ്പൊ AEയും BCയും എന്താണ്? V tau ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ട്രയാങ്കിൾ AEC ആൻഡ് BAC ഇത് രണ്ടും എന്താണ്? കോൺഗ്രുവന്റ് ആണ്. കോൺഗ്രുവന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് വശങ്ങളും ഈക്വൽ ആണ്, മൂന്ന് ആംഗിളുകളും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് കോൺഗ്രുവന്റ് ആണെന്ന് പറയാം. Therefore the angles I and R would be equal. ഐയും ആറും എന്താണ്? ഈക്വൽ ആണ്. This is the law of reflection. ഇതാണ് എന്ത്? ലോ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. വളരെ എളുപ്പമുള്ള ഒരു ഡെറിവേഷൻ ആണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആൻഡ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. റിഫ്രാക്ഷൻ വളരെ എളുപ്പമാണ്. രണ്ടിലും ഫിഗർ വരയ്ക്കാൻ നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കണം. ഫിഗർ വരയ്ക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ വരയ്ക്കാനുള്ള ട്രിക്കുകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും 3 മാർക്കിന് വരെ ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ വിട്ട് കളയരുത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഉള്ളത്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.